കണ്ണൂരിൽ അടുത്തിലയിലെ ദിവ്യയുടെ മരണം പ്രത്യേക സംഘം അന്വേഷിക്കും എന്നാണ് അറിയുന്നത്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നു. പയ്യന്നൂർ ഡിവൈഎസ്പിക്കാണ് ഇനി അന്വേഷണ ചുമതല. പഴയങ്ങാടി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ കല്യാട്, കുടുംബത്തിൻ്റെ പരാതി കേട്ട് പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൈമാറുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരുന്നു കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? ഈ അടുത്തലയിലെ ദിവ്യയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകൾ ഇനി ചുരുളഴിഞ്ഞ് പുറത്തു വരാനുണ്ടോ അർജുൻ? അരുൺകുമാർ, എന്തായാലും ഈ ദിവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുടർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 2-3 മാസമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രയാസവും അതുപോലെ തന്നെ കുറേയധികം സംശയങ്ങളും ദുരൂഹതവുമായിരുന്നു ഈ കേസിനകത്ത് ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങളാണ് ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും വ്യക്തമാക്കിയിരുന്നത്. ഈ വാർത്ത നമ്മൾ റിപ്പോർട്ടർ ചാനലായിരുന്നു ആദ്യമായ രീതിയിൽ പൊതുജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഈ വാർത്തയുടെ തുടർ പ്രക്രിയയിൽ ഭാഗമായി എന്നുള്ളതിൽ അതിനകത്ത് നമ്മുടെ വാർത്തയും ഒരു കാര്യമായി ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റിന് കാരണമായി എന്നുള്ളത് വലിയ രീതിയിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിൽ കൂടി ഇതിനകത്ത് ഇനിയും ചുരുളഴിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ ദിവ്യ ഭർത്തൃ വീട്ടിൽ മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ദിവ്യയുടെ തൊട്ട് തലേ ദിവസം ദിവ്യയുടെ 10 വയസ്സുകാരൻ മകൻ നൽകിയിട്ടുള്ള മൊഴി, അതിന് പുറമെ തലേ ദിവസം തന്നെ സുഹൃത്തുമായി നടത്തിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതിന് പുറമെ സംശയിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് സാഹചര്യ തെളിവുകൾ ഈ കുടുംബം പ്രത്യേകിച്ച് ദിവ്യയുടെ അച്ഛൻ തന്നെ ഈ പോലീസിനകത്ത് ബന്ധപ്പെട്ടത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതായിരുന്നു ദിവ്യയുടെ കുടുംബത്തിൻ്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ഈ സുഹൃത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ റിപ്പോർട്ടർ ചാനലിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതിനകത്താണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് പഴയങ്ങാടി സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാര്യമായ രീതിയിൽ പുരോഗതി ഉണ്ടായിട്ടില്ല. ആ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് ഈ അന്വേഷണം. അപ്പോൾ താങ്ക് യു അർജുൻ കല്യാട്. നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ എത്താം. എന്തായാലും ആ വാർത്തയിൽ പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ അന്വേഷണ മേൽനോട്ടത്തിലായിരിക്കും ഇനി അന്വേഷണം പുരോഗമിക്കുക.